പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പടക്കക്കട കുതാഹവേ ലാലേട്ടൻ പഴയ പടം പുള്ളിക്ക് ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു. ഐ ആം ദ ആൻസർ. ഞാനവിടെ പ്രേമിക്കുന്നു സാർ. നടക്കുക നടക്കത്തില്ല വാടാ അതാണ്. തമിഴ് നടിയാ. ഇപ്പൊ കൊറേ നാളിന് ശേഷം ചേട്ടന് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നമുക്ക് കാണാൻ കിട്ടാണ്. വില്ലെന്ന് പറഞ്ഞ മണ്ടന പൊട്ടന. ഷിക്കാരി ശംഭുവിന്റെ ഗെറ്റപ്പിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനൊരു കാരണമുണ്ട്, ഒരു റീസൺ ഉണ്ട്. കോസ്പ്ലേയോ കോസ്പ്ലേ എന്നാണ് ഞങ്ങളുടെ ഹീറോ പറഞ്ഞത്. അത് ഉണ്ടായതാണ് സൂസൈഡ് സ്ക്വാഡിലെ അതെ പാവപ്പെട്ട അരിയാഹാരങ്ങൾ. ഹലോ നമസ്കാരം, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ ടീം പ്ലൂട്ടോ. വെൽക്കം. താങ്ക് യു. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നില്ല എല്ലാരും? ഭക്ഷണം കഴിച്ചതിന്റെ മന്ദതയൊക്കെ എല്ലാരിൽ നിന്നും അപ്രത്യക്ഷമായില്ലേ? അപ്രത്യക്ഷമാകുമ്പോൾ പ്രത്യക്ഷമായ നമ്മുടെ ഈ അന്യഗ്രഹ ജീവി എന്ന് പറയാൻ പറ്റുമോ? അന്യഗ്രഹ ജീവിയായ ചേട്ടനിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ? യെസ് ചേട്ടാ, ഇത്രയും ഗ്രഹങ്ങളുണ്ട്. ഏകദേശം നമുക്ക് നമ്മുടെ ഇത്ര പ്ലാനറ്റ് 8 ഗ്രഹങ്ങൾ എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ 9 ഗ്രഹങ്ങളായിരുന്നു. അതിൽ നിന്ന് എല്ലാവരോടും തൂക്കിയെടുത്ത് കളഞ്ഞ പ്ലൂട്ടോ. എന്നിട്ട് ആ പേര് തന്നെ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക്? അത് ഇതിലെ കഥാപാത്രങ്ങളും ഈ കഥാപാത്രം മാത്രമല്ല, മിക്ക കഥാപാത്രങ്ങളും പുറത്താക്കപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരു അങ്ങനെയല്ല, കഥാപരമായിട്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് യോജിക്കുന്ന, എല്ലാവർക്കും കൂടി യോജിക്കുന്ന ഒരു പേര് പ്ലൂട്ടോ എന്ന് എഴുത്തുകാരനും ഡയറക്ടർക്കും തോന്നിയപ്പോ ഒരു പ്ലൂട്ടോ എന്നിട്ടു. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ വിചാരിച്ചെന്ന് പറയാം, നമുക്ക് ഈ ഗാലക്സിന്ന് ഏറ്റവും ചെറുതായത് കൊണ്ട് ഒരാളെ എടുത്ത് കളഞ്ഞല്ലോ, ആ കളഞ്ഞ വഴിക്ക് നേരെ കേരളത്തിലേക്ക്. അല്ല, അങ്ങനെയല്ല, അതൊരു ഗ്രഹമല്ല. ആ ഗ്രഹം അങ്ങനെ വന്നതല്ല. അല്ല അല്ല. ഓക്കെ, ഇത് ശരിക്കും പ്ലൂട്ടോ ആണോ അതോ വേറെ എന്തെങ്കിലും? പ്ലൂട്ടോ അല്ല, അത് ആ പേര് മെൻഷൻ ചെയ്യണം. അങ്ങനെയല്ല ചേട്ടാ, ഒരിക്കലും അല്ല. ഇല്ല, പ്ലൂട്ടോ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ സിനിമയുടെ അകത്തൊരു സീനുണ്ട്. ആ സീനില്, അത് സ്പോയിലറാണ്, അതിലാണ് ആ പേര് എന്തുകൊണ്ടാണ് പ്ലൂട്ടോ എന്ന് വരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയണത്. നമുക്കിപ്പോ പറഞ്ഞു കഴിഞ്ഞത് ഇതായിപ്പോ സ്പോയിലർ ആയിപ്പോ. എന്തായാലും ഈ ഇന്റർവ്യൂവിൽ കുറച്ച് എനർജറ്റിക് ആയിട്ട് എനിക്ക് ആദ്യം ഒരു വൈബ് കിട്ടിയത് അവിടെ സുബിന്റെ അടുത്ത്. സുബിൻ ഇങ്ങനെ ചാടി എഴുന്നിട്ട് സടകൊടഞ്ഞ വിക്കിയുടെ കൂട്ടുകാരനായ ജോസ്. എന്താണ് ജോസ്, എങ്ങനെയാണ് ജോസ് പ്ലൂട്ടോയിൽ? വിക്കിയും ജോസും ഒരേ വൈബാ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിട്ടൊന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോകുന്ന 2 യുവാക്കളാണ്. അതിനുവേണ്ടി ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം പൊളിയുന്നു. ഇതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വരുന്നു, കുറച്ച് കഥാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് കയ്യിരിപ്പ് കാരണം വീണ്ടും പുറത്താക്കപ്പെടുന്ന ആൾക്കാർ. അതെ പറയില്ലേ പ്ലൂട്ടോ, അതുമായിട്ട് ചെറിയ ഇതുണ്ട്. ആ സമയത്ത് നമ്മുടെ ഏലിയൻ വരുന്നു. പിന്നെ ഏലിയനുമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. സത്യം പറയാൻ വരുന്നവരും പോണവരും എല്ലാവരും ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത്, ഹ്യൂമർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, കഥയുടെ ഭാഗമായിട്ട് ഓരോ സിറ്റുവേഷൻസും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് ഈ സിനിമ ഉടനീളം. വില്ലന്റെ നോർമലി വില്ലന്റെ ഭാഗം വരുമ്പോഴത്തേക്ക് അവിടെയെങ്കിലും കുറച്ച് സീരിയസ്നെസ് വരേണ്ടതാണ്. അവിടെയും നമുക്ക് വില്ലന്റെ ഏരിയ കാണിക്കുമ്പോഴും നമുക്ക് ചിരിക്കാൻ പറ്റും. ഏത് ഭാഗം, ഇപ്പൊ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഏലിയന്റെ ആ ഒരു സീൻസ് വരുമ്പോഴും നമുക്ക് ചിരിക്കാൻ പറ്റും. ഇവരുടെ റൊമാൻസ് അവിടെയും ചിരിക്കാൻ പറ്റും. ഇവര് സീരിയസ് ആയിട്ട് ചെയ്തത് അവർ ചിരിച്ചു. പുള്ളി കണ്ടിട്ട് കോമഡി കാണിക്കുന്ന. ഞാൻ ശരിക്കും പ്രേമമായിരുന്നു, റൊമാൻറ്റിക് ആയിരുന്നില്ലേ?
അതെ, പക്ഷെ ഇവർക്ക് കോമഡി ആയിട്ടാ തോന്നുന്നത്. പ്രശ്നങ്ങളില്ലേ ആ, കുറച്ച് ഇവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടല്ലോ. നായിക നായകൻ മൊത്തത്തിൽ കണ്ട് കുടുംബത്തോടെ പോയിരുന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓക്കെ. അത് പിന്നെ ഏലിയൻ മറ്റേ സ്പേസ് ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് അയ്യോ ഇത് ഭയങ്കര സംഭവം അങ്ങനെയല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. ഈ പറയുന്ന പോലെ വീക്കെൻഡിൽ പണ്ട് ബാലരമ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ക്യൂരിയോസിറ്റി ഇല്ല, വാങ്ങിച്ച് പുതിയ കഥ എങ്ങനെയായിരിക്കും, നമുക്കത് വായിച്ച് തീർക്കുമ്പോൾ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, ആ ഒരു ഫീല് നമ്മുടെ ഈ സിനിമയിൽ കിട്ടും. ഓക്കെ. ശിക്കാരി ശംഭു ഒക്കെ ഉള്ളതുപോലെ. അതെ. ചേട്ടാ 16 വർഷങ്ങൾ അല്ലേ? അത് ഞാൻ പെട്ടെന്ന് ശിക്കാരി ശംഭുവിന്റെ 16 വർഷങ്ങൾ ദാ ഇപ്പൊ പ്ലൂട്ടോയ് വരെ എത്തി നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? ഗ്രേറ്റ്ഫുൾ. ഇപ്പൊ കുറെ നാളിന് ശേഷം ചേട്ടനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ നമുക്ക് കാണാൻ കിട്ടാണ്. പക്ഷെ നെഗറ്റീവ് ഷെയ്ഡിലും കോമഡി ഉണ്ടെന്ന്. മണ്ടനാണോ? പൊട്ടനാ. പക്ഷെ വില്ലനല്ലേ. പക്ഷെ വില്ലൻ എന്ന് പറഞ്ഞാ ഇപ്പൊ വിക്കിയുടെ കഥ, നീരജിന്റെ കഥാപാത്രമായ വിക്കിക്കും തമ്പിക്കും, തമ്പി എന്ന പേര്, ടൈഗർ തമ്പി എന്നൊക്കെ അവന്റെ ആഗ്രഹം. തമ്പി ഓക്കെ, തമ്പിക്കും ഒരേ ലക്ഷ്യമാണ്. അതാണ് ഇദ്ദേഹം. രണ്ടുപേർക്ക് ഇദ്ദേഹത്തെ വേണം. രണ്ടുപേർക്ക് ഇതിൽ വേണം. അതാണ് തമ്പിയുടെ ട്രാക്ക്. ഓക്കെ. പക്ഷെ ആ ശിക്കാരി ശംഭുവിന്റെ ഗെറ്റപ്പിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനൊരു കാരണമുണ്ട്, ഒരു റീസൺ ഉണ്ട്. ഒരു കോസ്പ്ലേയോ കോസ്പ്ലെയർ എന്നാണ് ഞങ്ങളുടെ ഹീറോ പറഞ്ഞത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ. നീരജേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞ പല വാക്കുകൾ ഇവിടെ ആർക്കും മനസ്സിലായില്ല. കോസ്പ്ലേയുടെ ഭാഗമായി ഉണ്ടായതാണ് ശിക്കാരി ശംഭു. അതെ, അത് ഉണ്ടായതാണ് സൂയിസൈഡ് സ്ക്വാഡിലെ. ഓക്കെ. നിങ്ങൾ ഈ പറയുന്ന ഫാന്റസി കഥാപാത്രങ്ങളിലേക്ക് എത്തുന്നതും ഈ കോസ്പ്ലേ. നമ്മുടെ നായകനും സംവിധായകനും ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ കഥാപാത്രങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങളിലൂടെ അവര് ആവിഷ്കരിച്ച് നമ്മള് പാവപ്പെട്ട അരിയാഹാരങ്ങൾ. ഈ മിന്നൽ മുരളിക്കകത്തെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടല്ലോ, പക്ഷെ നെഗറ്റീവ് കാണിക്കുന്ന സമയത്ത് നമുക്ക് അയാളോടൊരു അതിന് ശരിക്കും ഒരു ദേഷ്യമുണ്ട്. പക്ഷെ ഒരു കോമഡി എലമെന്റ് ഉണ്ടല്ലോ. അതേപോലെയാണോ അതോ ഫുൾ നമുക്ക് ഇയാളോട് ദേഷ്യം തോന്നില്ലേ? അതുപോലൊക്കെ തന്നെയാണ്. അത് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ഒരു അളിയനോടുള്ള അസൂയ. എന്നാൽ ഞാനാണല്ലോ സത്യം. സഹദേവന്റെയും പോത്തന്റെ അവസ്ഥ സത്യം തന്നെ, അവര് സത്യം പറയണേ. ജോർജ് കുട്ടിയെ കുറിച്ച് സഹദേവൻ പറയുന്നതും ജെയ്സനെ കുറിച്ച് പോത്തം പറയുന്നതും കറക്റ്റാ, സത്യ അല്ലേ? അവനാണ് മിന്നൽ മുരളി എന്നല്ല തൊട്ട് പറയണേ. ആരും വിശ്വസിക്കണില്ല. അപ്പൊ അവിടെ ആരാ നായകൻ? അല്ല, അതല്ല, ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ അതല്ല, ഇവിടെ ശരിക്കും ഒരു ഇതുണ്ട്, ഒരു നേടണം എന്നുള്ള സാധനമുണ്ട്. വില്ലനിയാണ്. ഓക്കെ. ഒരു മത്സര ബുദ്ധിയാണ് ത്രൂ ഔട്ട് എന്ന് നമുക്ക്. അത് വില്ലനി അല്ലല്ലോ. ഓക്കെ. ഹർഷയുടെ ക്യാരക്ടർ ഇതിനകത്ത് നേരത്തെ ഇവർ പറയുന്ന പോലെ പ്രേമം വരെ കോമഡി ആയി പോകുന്ന രീതിയിലാണോ, അതോ ഇതൊരു ഫീമെയിൽ സെൻട്രിക് കറക്റ്റ് ആയിട്ടൊരു നല്ലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീമെയിൽ സെൻട്രിക് റോൾ ആണോ? ഇതൊരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി അല്ല. ക്യാരക്ടർ വൈസ് നോക്കുമ്പോ അതെ, പിന്നെ വളരെ കഥയില് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടർ തന്നെയാണ്. അതല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ്. ഒരു വെറ്റിനറി ഡോക്ടറിന്റെ ക്യാരക്ടറാണ്. അത് ഞാൻ മുമ്പ് പറയായിരുന്നു. ഈ ഇവരുടെ എല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പൊ ഏലിയൻ ആണെങ്കിലും ഇപ്പൊ വിക്കി അല്ലെങ്കിൽ ഇപ്പൊ ടൈഗർ തമ്പി, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു കോമിക് നേച്ചർ ഉണ്ട്. കുറച്ച് എക്സാജറേറ്റഡ് ആണ് അവരുടെ. പക്ഷെ എന്റെ ക്യാരക്ടർ ഒരു കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആണ്. ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പോകാതെ ഈ വഴിക്ക് പോകൂ എന്ന് ഉപദേശിക്കുന്ന ഒരു. അതെ കറക്റ്റ്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുന്ന വെറ്റിനറി ഡോക്ടർ ആക്കി ആദ്യം MBBS എഴുതി വേണ്ട, വെറ്റിനറി അത് മതി. ഓക്കെ. നിന്നെ കുട്ടിയുടെ റോളിനകത്ത് ശരിക്കും ഭയങ്കര ഫാന്റസി ലെവലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി ഡിഫറെന്റ് ലുക്സ്, ഇങ്ങനെ സൂപ്പർ ഹീറോ ലുക്സ് ഒക്കെ ചെയ്യുന്ന, അതുപോലെ ചേട്ടന്റെ ഒപ്പം നടന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ പെട്ടു പോകുന്ന കുട്ടിയാണ്. അങ്ങനെ കുട്ടീനെ കൂട്ടത്തിലാക്കിയ ഒരു ചേട്ടനാണ്. നിങ്ങൾ തമ്മിലുള്ള കുറെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്? എന്റെ അനിയത്തിയേട്ടാ
അപ്പൊ അതിന്റെ കുറച്ച് നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ കുറച്ച് അല്ലാണ്ട് സെറ്റിൽ ഞങ്ങൾ ആ ശരിക്കും അതെ. ആ ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും തമ്മിൽ പിണങ്ങി പോകല്ലേ പാട്ടിന്റെ ടോണില് ഒരു എലമെന്റ് ഒക്കെ വരുമോ? ഇല്ല ഇല്ല ഇപ്പൊ നിഹാലിന്റെ ക്യാരക്ടർ അങ്ങനല്ലേ, ഒരു അനിയനല്ലേ? അനിയൻ പക്ഷെ പാര വെക്കണ അനിയൻ നല്ലവനായ ഇവിടെ അങ്ങനെയുള്ളു. നല്ലവനായ ഇവനെ പോലത്തെ ഒരു 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 ആള് വേണം, ഏതൊരു മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന മകൻ. ഓ അങ്ങനെ കല്യാണ വീട്ടിലെ കൊണ്ട് അപ്പൊ ഉറപ്പിക്കും. അപ്പൊ ഉറപ്പിക്കുക. അതെ, ടെറസിൽ കൃഷി നടത്തുന്ന നല്ലവനായ ഉണ്ണി ആ ടൈപ്പ് അല്ലല്ലോ. കൊടു മാറുവാടി അപ്പൊ കൊടു ചെക്കന് പെണ്ണ്. അല്ല അങ്ങനെ ഈ നീരജേട്ടന്റെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടറിന്റെ പേര് നവീൻ. അപ്പം പുള്ളി മറ്റേ ഇതണക്ക് തോൽവിയായിട്ട് കിടക്കുന്ന അല്ല കാമുകനെ തോൽവി പറയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ എന്ന് പറഞ്ഞ ഹൈ സക്സസ് സക്സസ്ഫുൾ മാൻ, ഗ്രാജുവേറ്റ്, കണ്ണിലുണ്ണിയാണ്. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. നമ്മളെ കൊണ്ട് ശരിക്കും അപ്പൊ അഭിനയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട്. നേരത്തെ ഇന്റർവ്യൂല് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഭാവമൊന്നും അല്ല. അല്ല അങ്ങനല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അൽത്താഫക്ക പണ്ടൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് അൽത്താഫക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇങ്ങനെ അമാനുഷികമായ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. KGF 3 എനിക്ക് പോണോന്നൊക്കെ ഉണ്ട്, വില്ലനായിട്ട് വരെ പോണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തൊരു കുറ്റാണ്. പക്ഷെ എന്തായാലും ഒരു സത്യമായില്ലേ, അമാനുഷികനായില്ലേ. അപ്പൊ ആ ഒരു അമാനുഷിക ഒരു റോൾ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോ എന്തായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായില്ല. ആദ്യം ബേസിക് ആയിട്ട് ഇത് നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ തിരക്കഥ വായിച്ചു നോക്കണം. അപ്പൊ തിരക്കഥ വായിച്ചു. ഫൺ മീറ്ററിൽ വരുന്ന ഒരു ഏലിയനാണ്. അന്ന് ഒരു പോർഷൻ കഴിഞ്ഞ് ഇത്ര ശതമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു മീറ്ററൊക്കെ പിടിക്കാം. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോ വളരെ സേഫ് ആയിട്ട് എനിക്ക് തോന്നിയത്. മീൻസ് ഒരുപാടൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പേടിച്ചിട്ട് ചെയ്യില്ല. ഒരുപാട് പിടിക്കാൻ പറ്റില്ല. അതപ്പോ മീറ്റർ മാറിപ്പോവോ എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ? നമ്മള് പ്രത്യേകിച്ച് പ്രിപ്പയർഡൊന്നും അല്ല, പക്ഷെ വേഷമൊക്കെ ഇട്ടപ്പോ അവര് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്ത് തന്നേക്കണേ. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ അവര് ഓക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അവർക്ക് ഡൗട്ട് പോയി, ഇവർ ഇത്ര പ്രിപ്പയർഡ് ഒക്കെ ആയിട്ട് ഓക്കെ വെച്ചേക്കാം. അറിയില്ല, നമുക്ക് 30-ാം തീയതി പ്രേക്ഷകരെന്ത് പറയും നോക്കാം. എന്നാലും പൊതുവെ ഹലോ മോതിരമാറ്റം ഇവിടെ അല്ല, നമുക്കിപ്പോ പൊതുവെ ഇങ്ങനെ പുതിയ സാധനങ്ങൾ പരീക്ഷിക്കുമ്പോ സുബിനാണോ ഇവരൊക്കെ ചീത്തയാക്കുന്നത്? ഞാൻ അല്ല, ആക്ച്വലി നമ്മൾ ഇങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒന്നാമത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സും ഭയങ്കരമായി എക്സ്പ്ലോർ ചെയ്തിട്ട് നിൽക്കുകയാണല്ലോ മോളിവുഡ്. അപ്പോൾ പുതിയൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മീറ്റർ ചേഞ്ച് ആയി പോകരുത്, എല്ലാവരുടെയും ക്യാരക്ടറിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കണം, അങ്ങനെ ഒരു ഭയങ്കരമായ ടെൻഷൻ വരാറുണ്ടോ പുതിയ സബ്ജക്ട്സ് വരുന്ന സമയത്ത്? ആർക്കും പറയാം. ഒരു സംവിധായകന്റെ വിഷനാണല്ലോ ഒരു പുതിയ സബ്ജക്ട് എന്ന് പറയുന്നത്. ഒരു സംവിധായകനും എഴുത്തുകാരനും കൂടിയും അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വിഷനായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വന്നത്. നമ്മള് പ്യുവർ ആക്ടേഴ്സ് ആണ്. അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ അല്ലെ വിശ്വാസം ശരിയാണെങ്കിൽ പടം എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകും. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഈ പടം ചെയ്തേക്കുന്നത്. അവര് അത്യാവശ്യം ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവര് കൃത്യമായ ബ്രീഫ് വന്നിട്ടാണ് എല്ലാവരും അഭിനയിച്ചേക്കുന്നത്. അത് വൃത്തിയായിട്ട് ടെക്നിക്കലി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് പോണത്. ഓക്കെ, എന്താ അല്ല ഞാൻ എന്തോ പറയാൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ സ്പോയിലർ ആണോ പതുക്കെ പറയുന്നത്? ഇത് ഇവിടെ ഇരിക്കുന്നത് വലിയ രഹസ്യമാ, കറക്റ്റ് ആയിട്ടല്ല കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലൂട്ടോയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെറിയ ഗെയിം സെഗ്മെന്റിലേക്ക് പോവാം. എന്റെ ഗെയിമൊക്കെ ഗൈസ് പ്രോപ്പർട്ടീസ് വരൂ. ഇത് മലയാളത്തിലെ ഫേമസ് ഡയലോഗ്സ് ആണ്. ചെവിയിൽ പാട്ടിട്ട് തരാം, ഇവിടെ ഇരുന്ന് ആളത് വായിക്കുക. ഇതാണ് നമ്മുടെ മീറ്റർ. അത് പക്ഷെ അത് അടിച്ചു അത് ഇററായി പോയി കാട്. കഷ്ടപ്പെട്ട് അത്ര വൈറലാവട്ടെ കണ്ടന്റ്. നല്ല പാട്ടുണ്ട്. ആര് വരുന്നു? അജിച്ചേട്ടൻ
ഭയങ്കര സൂപ്പർ സാധനമായിരുന്നു. ഹായ് ഗായ്സ്, അപ്പൊ ദേ നമ്മള് നല്ല കിഡിലൻ ഒരു ഗെയിമിലേക്ക് പോവാണ് വിത്ത് ടീം പ്ലൂട്ടോ. ഗെയിം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഗെയിം. നമ്മൾ ഇവിടെ ഇരുന്ന് മലയാളത്തിലെ ഒരു ഫേമസ് ഡയലോഗ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അജു ചേട്ടൻ, ഈ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന അജു ചേട്ടൻ അത് ഗസ് ചെയ്യണം അത് ഏതാണ് ഡയലോഗ് എന്ന്. അവര് ലിപ്പ് വരും, ലിപ്പ് വെച്ച് നമ്മളത് കണ്ടുപിടിക്കണം. ആക്ഷൻ കൊടുക്കാൻ പാടില്ല, ആക്ഷൻ കൊടുക്കാൻ പാടില്ല. ആദ്യം ലിപ്പ് കൊടുക്കും, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം ആക്ഷൻ കൊടുക്കും. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. പാട്ട് വീണ എത്ര അക്ഷരം? പാട്ടാണോ? പാട്ടാണോ? ഡയലോഗ് ഡയലോഗാ? സൗണ്ട് ആരുടെയാ നായകൻ? ലാലേട്ടൻ. നായകൻ മുകേഷ് ഏട്ടൻ. പഴയ പടം 90കളില് ക്രോണിക്. സിനിമ ഡയലോഗാണ്, സിനിമ ഡയലോഗ്. പറഞ്ഞു മുകേഷ് ഏട്ടന്റെ പടം. അല്ലല്ല, നീ പിന്നെ മുകേഷ് എന്ന് പറഞ്ഞു, തെറ്റിപ്പോയി. സല്ലാബോ? ജയറാം. നടന്റെ പേരാണോ? ഇത് ഡയലോഗ് പറഞ്ഞെടുക്ക. ജയറാമേട്ടൻ. പഴയ പടം. ശരിയാ. ശരിക്കും ആക്ടർ എന്നൊക്കെ പറയാൻ പറ്റും. ഞാനല്ല, ഞാൻ. ഇതെന്റെ ഗർഭമല്ലേ? ആ സിനിമ. എന്റെ ഗർഭം ഇങ്ങനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ആണോ? നീ അഭിനയിച്ച് പറയിച്ചാട്ടോ. ഗുഡ് ആക്ടർ. ഞാനല്ല, എന്റെ ഗർഭം എങ്ങനെ? സുബ്രണ്ണ എടുത്ത് ഞാൻ പറയില്ല. മെല്ലെ ഈ പൊക്കുന്നു. ഡയലോഗ് വായിച്ചാൽ മതി. ലിപ്പ് പടക്കം കാണിക്കും. അഞ്ചേട്ടനെ കാണിച്ചു കൊടുക്കാം. പടക്കങ്ങൾ, എന്നും പടക്കങ്ങൾ. മലയാള പടമാണോ? നടനായി അതെ, സലീം കുമാർ. സരോജ് കുമാർ, ശ്രീനിവാസൻ, സലീം കുമാർ. സലീം കുമാർ. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഒന്നൂടെ. പടക്കങ്ങൾ, പടക്കക്കട കുതാഹവേ. പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്. അത് ജഗതി പറയണ. ലാലേട്ടൻ, പഴയ പടം. ഇത് അൽത്താഫിന്റെ ഒച്ച വരുന്നു. പുള്ളിക്ക് ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു. സന്തോഷായി. ഒന്നുകൂടി പറഞ്ഞേ. ലാലേട്ടനാണോ? പഴയ പടം. അത് കാണിച്ചോ? അയാം വരട്ടെ. ഡയലോഗ് അറിയില്ല. സെക്കൻഡ് ഡയലോഗ് നോക്ക്. കേട്ടോ? ഏ ഓട്ടോയോ? അയാം. അൽത്താഫിന്റെ ഒച്ച. I am the answer. I am the answer. അയാം The ആക്ഷൻ കാണിച്ചു കൊടുക്കും. the അയാം ദ answer. ആക്ഷനോ? Answer. ആൻസർ. അയാം ദ ആങ്കറോ? ഐ ആം ദ ക്വസ്റ്റ്യൻ മാർക്കോ? ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ്. ഐ ആം ദ ആൻസറോ? Yes. അറിയില്ല. Kilometers and kilometers. ഐ ആം ദ ആൻസർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. മഴ വീണ് മത്തളം കൊട്ടുന്നു. ഐ ആം ദ ആൻസർ. പിന്നെന്താ? ചേട്ടാ കിലോ കിലോ. ഇത്രയും നാള് ഒച്ചയില്ലെന്ന് പറയും, അഭിനയിക്കുന്നു. സൗണ്ട് ഇല്ലെന്ന് പറയും, അഭിനയിച്ച് ഇത്രയും സൗണ്ട് വെച്ചിട്ട്.
കിലോ 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 ചേട്ടാ, കിലോ 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 കിളിയെ കാണില്ല. ഡമ്പല് കിലോ കിലോ 1 കിലോ 2 കിലോ 5 കിലോ 5 കിലോ ഐ ആം ദ ആൻസർ. ഞാൻ അവിടെ പ്രേമിക്കുന്നു സാർ. 1 കിലോ 2 കിലോ 3 കിലോ എന്താ കിലോ 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 3 കിലോ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഓ കിലോമീറ്റർ. അത് കറക്റ്റ് ലാലേട്ടനാണോ? ലാലിക. ലാലേട്ടനാണോ? ലാലേട്ടൻ. ലാലേട്ടൻ. പഴയ പടം. ഇപ്പോഴത്തെ പടം. നമ്മുടെ കട്ടായി. പക്ഷെ അത് കിട്ടുമോ? കിട്ടില്ല. ചൊറിയ. നമ്മളെ ചൊറിഞ്ഞ നമ്മളേറി നമ്മളെ ചെറിയ നമ്മളെ മാണ്ടു. ഇവിടെ ലാലേട്ടൻ. എത്ര എന്തര്? എത്ര എത്ര? ആ മനോഹരമായ നടക്കാത്ത ഉറങ്ങുവാ ഉറങ്ങുമ്പോ ഉറങ്ങുവാ. എന്തുവാ കാണുന്ന മറ്റേ റോങ് നമ്പർ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ അച്ഛനെ വിളിക്കണം. എത്ര എത്ര എത്ര? ആ സാധനം കിട്ടിയതാന്ന് രണ്ടാമത്തെ നിങ്ങക്ക് ഹെൽപ്പ് ചെയ്യട്ടോ. മനോഹരമായ നടക്കാത്ത സ്വപ്നം. ബാഹുബലിയാണോ? ദേവസേന. എത്ര എത്ര എത്ര? ആ ആ മനോഹരമായ നടക്കുക. നടക്കാത്ത നടക്കത്തില്ല. നടക്കത്തില്ല. വേണ്ട. മതി. നടക്കുമ്പോ വാടാ. നടക്കുക. നടക്കുന്നു. അത് ലാലേട്ടൻ. ഡാൻസ് ദാസനും വിജയനും വിജയനും. എടാ വിജയ എന്താണ് എടാ. ഒരു മിനിറ്റ്. തമിഴ് നടിയാ. എത്ര? എത്ര നടക്കാത്ത ഒരു മിനിറ്റ് ഓക്കെ നടക്കും. നടക്കാത്ത ഓക്കെ. എത്ര നടക്കാത്ത മനോഹരമായ ഓക്കെ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എത്ര? അതല്ലേ? അല്ല ഓക്കെ എന്താ ഡയലോഗ് അത്? എത്ര നടക്കാത്ത മനോഹര മനോഹരം. ഓ ശരി. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് സെഗ്മെന്റ്? അടിപൊളിയായിരുന്നു. നല്ല രസം. എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് എവിടായിരുന്നു ഇത്ര ഒച്ച? ഞങ്ങള് കേട്ടിട്ടില്ല ഇത്ര. എന്തായാലും ടീം പ്ലൂട്ടോ കിടിലനാവട്ടെ. ജൂലൈ 30 പ്ലൂട്ടോയും ടീമും തൂക്കട്ടെ. സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.